ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 27-ാം വാക്യം. അതിന് അവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാവുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഒരു പ്രമാണിയുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ളതായ സാധ്യതയെ കുറിച്ച് ചോദിച്ചു. യേശു പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് വളരെ പ്രയാസമാണ്. എന്നാൽ എത്ര പേർക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയും എന്ന് ആ പ്രമാണി യേശുവിനോട് ആരാഞ്ഞപ്പോൾ യേശു മറുപടിയായിട്ട് അയാളോട് പറഞ്ഞത്, മനുഷ്യരാൽ അസാധ്യം, പക്ഷേ ദൈവത്താൽ സകലവും സാധ്യം എന്ന് പറഞ്ഞു. അനേകം ക്രൈസ്തവ സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കുന്നതിനോ ആ പ്രശ്നത്തിന്റെ മേൽ ജയമെടുക്കുന്നതിനോ കഴിയാതെ അവർ നിരാശയോടും പരാജയ ബോധത്തോടും കൂടിയും ആയിരിക്കുന്നത് കാണുവാൻ കഴിയും. ക്രിസ്തീയ സഭയിൽ നല്ലൊരു വിഭാഗം വ്യക്തികളും പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ളതായ ശക്തി പ്രാപിക്കാത്തതായ വ്യക്തികളത്ര. കാരണം യേശുവിനെ കുറിച്ച് അറിയാം, വിശ്വാസ ജീവിതത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിന്, അതെ, ഉയരത്തുന്നുള്ളതായ ആ വാഗ്ദത്തം ചെയ്തതായ അത്യന്ത ശക്തി പ്രാപിക്കുവാൻ കഴിയാത്തിടത്തോളം കാലം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം വളരെ പ്രയാസമാണ്. അതിനിമിത്തം പ്രതികൂലങ്ങൾ വരുമ്പോൾ, ഇഷ്ടതകളും ഞെരുക്കങ്ങളും വരുമ്പോൾ, ഭീഷണികൾ വരുമ്പോൾ, കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അവർ നിസ്സഹായരായിട്ട് പരാജയം സമ്മതിച്ച് അങ്ങനെയുള്ളതായ ഒരു ജീവിതം നയിക്കുന്നതായിട്ട് സാധാരണ കണ്ടുവരാറുണ്ട്. അപ്പോ എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു ജയ ജീവിതമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സന്ദർഭത്തിൽ ഒരു ഭീരുവായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതീവ സുന്ദരിയായ തന്റെ ഭാര്യയെ രാജാവ് തട്ടിയെടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു കള്ളം പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കുക, തന്റെ ജീവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം. അതെ, അബ്രഹാം തന്റെ ഭർത്താവല്ല, മറിച്ച് സഹോദരൻ മാത്രമാണ് എന്ന് കള്ളം പറയുവാൻ പ്രേരിപ്പിക്കുന്നതായ ഒരു ഭീരുവായിട്ടുള്ളതായ അബ്രഹാമിനെ നമുക്ക് അവിടെ കാണാം. അബ്രഹാം അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. പത്രോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സന്തത സഹചാരിയായിരുന്നു, ശുശ്രൂഷകളിലെല്ലാം പങ്കെടുത്തവനാണ്. എന്നാൽ ഒരു നിർണായക ഘട്ടം വന്നപ്പോൾ, തന്റെ ജീവൻ അപകടത്തിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വ്യാജം പറയുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു യേശുവിനെ കുറിച്ച് എനിക്കറിയില്ല, ഒരു പരിചയവുമില്ല, ഒരു ബന്ധവുമില്ല എന്ന് യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതായ പത്രോസ് അവിടെ പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുപോലെ വിശ്വാസ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ മനുഷ്യൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. യേശുക്രിസ്തുവിന്റെ മറ്റൊരു ശിഷ്യനായ തോമസ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന റിപ്പോർട്ട് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ഇല്ല, ഞാൻ നേരിൽ കണ്ടെങ്കിൽ മാത്രമേ, ആ വിലാപ്പുറത്ത് എന്റെ കൈവിരൽ ഇട്ടെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് ഒരു നിലപാടെടുത്ത് ഒരു അവിശ്വാസിയായി സംശയിക്കുന്നതായ തോമസിനെ നമ്മൾ അവിടെ കാണുകയത്ര ചെയ്യുന്നത്. അവിടെ തോമസ് പരാജയം
പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ള ദൈവജനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും കർത്താവിനോടുള്ളതായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് പ്രശ്നങ്ങളെ നേരിടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക എത്ര ചെയ്യുന്നത്. അത് ചെയ്യാത്തതിന്റെ ഫലമായിട്ട് ക്രിസ്തുവുമായിട്ട് ഒരു ജീവനുള്ള ബന്ധം നമുക്ക് ഇല്ലാതെ പോകുന്നതിന്റെ ഫലമായിട്ട് അതെ പലപ്പോഴും നാം നിരാശപ്പെട്ടു പോകാറുണ്ട്. പല വിശ്വാസികളും നിരാശപ്പെട്ടു പോകാറുണ്ട്, നിരുത്സാഹപ്പെട്ടു പോകാറുണ്ട്. അതുപോലെ അവരുടെ ജീവിതങ്ങളിലും ഉണ്ടാകുന്നതായ പല പാപ സ്വഭാവങ്ങളിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വന്തമായിട്ട് ശ്രമിച്ച് പരാജയപ്പെടുന്നതായ അനേകം വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതെ, മോഹത്തിന് അടിമകളായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, മോഹപരവശരായിട്ട് ജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും ഇല്ലാത്തവരായിട്ട് അങ്ങനെ ജീവിക്കുന്നതായ വ്യക്തികൾ, ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ, അവർക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. മദ്യപാനത്തിന് വിധേയരായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ, അവർക്ക് സ്വന്തം പരിശ്രമത്തിൽ പുറത്തു വരുവാൻ എത്ര ശ്രമിച്ചാലും സാധിക്കുന്നില്ല. ചിലർ കോപത്തിന്റെ അടിമകളായിട്ട് ജീവിക്കുന്നു, ചിലർ നിരാശയിലും അതുപോലെ തന്നെ ആകുല ചിന്തകളിലുമായിരിക്കുന്നു. ഇങ്ങനെയുള്ളതായ ദുസ്വഭാവങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ തക്കവണ്ണം സ്വന്തം അധ്വാനം കൊണ്ട് കഴിയുകയില്ല എന്നത്രേ നാം മനസ്സിലാക്കേണ്ടത്. അത് നിമിത്തം പല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടതായ ഒരു ജീവിതം അത്രേ നയിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയ ജീവിതം എന്ന് പറയുന്നത് അത് സ്വന്തം കഴിവ് കൊണ്ടും അത് പ്രാപിക്കുവാൻ കഴിയുന്നതായ ഒന്ന് അല്ല. അതെ, വിക്ടറി ഫോർ ക്രിസ്ത്യൻ ലൈഫ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ അവർ സ്ട്രെങ്ത്. നമ്മുടെ സ്വന്തം കഴിവിനാൽ, അതെ, സ്വന്തം ബുദ്ധി ശക്തിയാൽ, അതെ, ഈ വക ദോഷം വരുന്നതായ പാപപ്രവർത്തികളിൽ നിന്നും പാപസ്വഭാവങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അതിനിമിത്തം അനേകം വ്യക്തികൾ പാപത്തിന്റെ അടിമകളായിട്ട് അത് ജീവിക്കുക ചെയ്യുന്നത്. യേശു വന്നതും പാപത്തിന്റെ പിടിയിൽ നിന്നും മനുഷ്യരെ സ്വതന്ത്രരാക്കുവാൻ അത്രയും. ആ അടിസ്ഥാനപരമായ കാര്യത്തിൽ പോലും നിരവധി ആളുകൾക്ക് ജയം എടുക്കുവാൻ കഴിയാത്തത് അതെ ഈ പരിശുദ്ധാത്മ ശക്തി അവർക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അത്രയും, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അത്രയും. ഒരിക്കൽ അപ്പോസ്തലൻ പൗലോസ് വിശ്വാസികളോട് ചോദിച്ചു, അതെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവിടെയുള്ള ജനങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുകയുണ്ടായി. പ്രിയ ദൈവജനമേ, നാം വാസ്തവത്തിലും ക്രിസ്തുവിന്റെ ആ അത്യന്ത ശക്തി, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിലെ വെല്ലുവിളികളുടെ മേൽ അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളുടെ മേൽ നമുക്ക് ജയമെടുത്ത് മുന്നേറുവാൻ കഴിയുകയുള്ളൂ എന്നത്രയും വിശുദ്ധ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ നമുക്ക് സ്വന്തമായിട്ട് ഈ പാപ പ്രവണതകളുടെ മേൽ ജയമെടുക്കുവാൻ കഴിയുന്നില്ല, പ്രശ്നങ്ങളുടെ മേൽ ജയമെടുക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ആകാശമണ്ഡലത്തിലുള്ള പൈശാചിക ശക്തികളുടെ മേൽ, സ്വർലോക ദുഷ്ടാത്മ ശക്തികളുടെ മേൽ യേശു ജയമെടുത്തത് കൊണ്ട്, അതെ, ആ യേശു ഒരു വിശ്വാസികൾ ജീവിക്കുന്നത് കൊണ്ട്, അതെ, മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച അത്യന്ത ശക്തി നമ്മുടെ മേൽ വസിക്കുന്നത് കൊണ്ട്, ലോകത്തുള്ളവരെക്കാളും വലിയവനായ ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നത് കൊണ്ട്, അതെ, എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും കഴിയും. ഈ ഒരു നിലവാരത്തിലേക്ക് ഒരു വിശ്വാസിയെ ഉയരേണ്ടത് ആവശ്യമാണ്. അവിടെ എത്രേ ജയ ജീവിതം സാധ്യമാകും. എന്നെ കൊണ്ട് സാധ്യമല്ല, എന്റെ കഴിവുകൊണ്ട് സാധ്യമല്ല, എന്റെ ബുദ്ധി കൊണ്ട് സാധ്യമല്ല. അതെ, ഈ പ്രശ്നങ്ങൾ അതിജീവിക്കുവാൻ തക്കവണ്ണം, അതിന്റെ മേൽ ജയമെടുക്കുവാൻ തക്ക എന്നിൽ വസിക്കുന്നവനായ, എന്നിൽ ജീവിക്കുന്നവനായ ആ യേശുവിന് കഴിയും എന്നുള്ളതായ ആ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതെ, ഒരു ജയ ജീവിതം ക്രിസ്തു എനിക്ക് വേണ്ടി സാധ്യമാക്കി തന്നിരിക്കുക എത്ര ചെയ്യുന്നത്. അതെ, എന്നിൽ വസിക്കുന്നതായ ക്രിസ്തു, അതെ, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. അതാണ് എന്റെ ധൈര്യം, അതാണ് എന്റെ ബലം എന്ന് പറയുന്നത്. അതെ, അതാണ് എന്റെ വിശ്വാസത്തിന്റെ ശക്തി എന്ന് പറയുന്നത്.
അതെ, എന്താണ് ഒരു വിശ്വാസിയുടേതായ വിജയത്തിനുള്ളതായ കാരണം എന്ന് ചോദിക്കുമ്പോഴേ ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരായ യേശു ക്രിസ്തുവിനുള്ളതായ ആ വലിയ പ്രത്യാശ. അതെ, ആ പ്രത്യാശയാണ് ഒരു വ്യക്തിയും ഒരു വിശ്വാസിയും അതെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം, പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കുന്നത്. അതെ, പല ആളുകളും രോഗികളായി തീരാറുണ്ട്. അതെ, എല്ലാവിധമായുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തിയാലും അവർക്ക് ഒരു വിടുതലും കാണാത്ത സന്ദർഭങ്ങളിലും അതെ അവർ ആത്യന്തികമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതെ രോഗവിമുക്തി നേടുന്നത് സാധാരണ നാം കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടിരുന്നത് കർത്താവാണ്. മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യം, ദൈവത്തിന് സകലവും സാധ്യമാകും. ആ യേശു ഇന്ന് ജീവിക്കത്രേ. നാം ഈ കർത്താവിൽ ആശ്രയിക്കുക. നമ്മുടെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും അതിൽ നിന്ന് ഒരു വിടുതൽ പ്രാപിക്കുവാൻ, ഒരു ജയമെടുക്കുവാൻ തക്കവണ്ണം കഴിയും. അതെ, യേശുവിനെ കൂടാതെയുള്ള ജീവിതം അത് പരാജയപ്പെട്ട ജീവിതം, അത് നിരാശ നിറഞ്ഞതായ ജീവിതം അത്രേ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം ജയജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കർത്താവ് തരുവാൻ സന്നദ്ധനത്രേ. അതെ, കർത്താവിൽ വിശ്വസിക്കുക. അത് എന്റെ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല എന്ന് നാം വിശ്വസിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുവാൻ കഴിയും. അപ്പോൾ ഒരു ജയജീവിതം നയിക്കുവാൻ എന്തൊക്കെയാണ് നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ, ജസ്റ്റ് ട്രസ്റ്റ് ഹിം, യേശുവിൽ ആശ്രയിക്കുക. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. യേശുവിൽ ആശ്രയിക്കുക, ജസ്റ്റ് ട്രസ്റ്റ് ഹിം, യേശുവിൽ ആശ്രയിക്കുക. അതെ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുക, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ ആശ്രയിക്കുകയും ചെയ്തത്. കർത്താവിൽ വിശ്വസിച്ചാൽ അതെ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ മഹത്വവും കാണും എന്ന് യേശു പറയുകയുണ്ടായി. അതെ, ആഴമായ അതെ ഒരു വിശ്വാസത്തിന് ഉടമകളായി തീരണം. അതെ, ആ പരിശുദ്ധാത്മ നിറവിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവനെ ക്രിസ്തുവിലുള്ള സന്തോഷവും സമാധാനവും അതേ പ്രത്യാശയും അതേ ഉത്സാഹവും അവനെ പ്രാപിക്കുന്നതിന് കഴിയും. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമേ ചെയ്യേണ്ടതായി, ട്രസ്റ്റിനെ ആശ്രയിക്കുക. അതെ, അതുകൊണ്ട് നാം മനസ്സിലാക്കുന്നതും ഒരു ജയജീവിതം സാധ്യമാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നത് അതെ യേശു നമ്മെ ജയാളികളാക്കി തീർത്തിരിക്കുക ചെയ്യുന്നത്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 18-ാം വാക്യം, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വിലപിക്കുകയത്രേ ചെയ്യുന്നത്. അത് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും താൻ തിന്മയത്രേ ചെയ്തു പോകുന്നത്. അദ്ദേഹത്തിന് സ്വന്തം കഴിവുണ്ട്. സ്വന്തം ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് അത് തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു പ്രമാണം തന്റെ ജീവിതത്തിൽ തന്റെ ജഡത്തിൽ കാണുന്നതുകൊണ്ട് അദ്ദേഹം വിലപിക്കുകയത്രേ ചെയ്യുന്നത്. എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ അദ്ദേഹം പറയും, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടിവിക്കും. അപ്പോ അദ്ദേഹം പറയുകയാണ്, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യനാണ്, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടിവിക്കും. ഇനിയും പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുകാരൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അദ്ദേഹം പറയുക എത്രയെന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ഇതിന്റെ മേൽ ചെയ്യാൻ എല്ലാം അതെ ആപത്തോ വാളോ അതെ പട്ടിണിയോ മരണമോ എന്ത് തന്നെയായിരുന്നു അതിന്റെ മേലൊക്കെയും കർത്താവായ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേലുള്ളത് കൊണ്ട് അത് ഞാൻ ജയാളിയാണ്, ഞാനും പരാജയപ്പെട്ട വ്യക്തിയല്ല എന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ അത് തെളിയിച്ചു കാണിക്കുക അത്ര ചെയ്യുന്നത്. പിന്നെയും മരണകരമായ അവസ്ഥയിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യന്റെ അവസാനത്തെ ശത്രുവാണ് മരണം എന്ന് പറയുന്നത്. മരണം ഉറപ്പായ ഒരു കാര്യമത്രേ. എന്നാൽ ഇന്ന് ലോകത്തിലുള്ളതായ മിക്ക ആളുകളും മരണഭയത്തിലായിരിക്കുന്നു. ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, അതേ ആപത്തുകൾ വരുമ്പോൾ, അതേ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയത്തോട് കൂടി കഴിയുന്നതായ വ്യക്തികളെ കൊണ്ട് ലോകത്ത് നിറഞ്ഞിരിക്കുക ചെയ്യുന്നത്. എന്നാൽ ഈ മരണത്തിന്റെ മേലും യേശു ജയമെടുത്തും. യേശു കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും വഹിച്ചുകൊണ്ട് നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി അവൻ യാഗമായി യേശു യാഗമായി തീർന്നു. ആ യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ യേശു എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതെ മനുഷ്യന്റെയും
അത് ആത്യന്തിക ശത്രുവായിരിക്കുന്ന പിശാചിനെ സർവായുധ വർഗം വെച്ചും അവൻ തോൽപ്പിക്കുക എത്ര ചെയ്ത് പിശാചിന്റെ പ്രവൃത്തികളെ യേശു തകർക്കുക എത്ര ചെയ്തത്. അതെ, മനുഷ്യൻ അപ്പോ യേശു മരിച്ചവരുടെ യേശു മരിച്ചതിന് ശേഷം അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരികയുണ്ടായി. അതായത് യേശു തന്റെ മരണത്താൽ മനുഷ്യന്റെ മരണഭയത്തിലായിരിക്കുന്ന വ്യക്തികളെ ആ മരണഭയത്തിൽ നിന്ന് വിടിവിക്കാൻ തക്കവണ്ണം തന്റെ മരണത്താൽ മരണത്തെ ജയിച്ചവനത്രേ യേശു. അതുകൊണ്ടത്രേ ഒരു വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിയും ക്രിസ്ത്യാനിയായിരിക്കുന്ന ഒരു വ്യക്തിയും മറ്റുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനായിട്ട് മരണത്തെ ധൈര്യത്തോടുകൂടിയും അവൻ അതിനെ നേരിടുന്നത്. അത് മറ്റാർക്കും അവകാശപ്പെടാത്തതായ ഒരു കാര്യം. യേശുവിൽ വിശ്വസിക്കുന്നതായ ഒരു വ്യക്തി അവൻ മരിച്ചാലും അവൻ തുടർന്നും ജീവിക്കുന്നത്. കാരണം യേശുവിനെ പ്രാപിക്കുന്നവൻ, യേശുവിനെ സ്വീകരിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കുക എത്ര ചെയ്യുന്നത്. അതുകൊണ്ട് അവന് മരണത്തെ ഭയമില്ല. ലോകത്തുള്ള മറ്റെല്ലാ വ്യക്തികളും മരണഭയത്തിലായിരിക്കുമ്പോൾ മരണത്തെ, അവസാനത്തെ ശത്രുവായ മരണത്തെയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം യേശു മരണത്തിന്റെ മേലും ജയമെടുത്തു. മനുഷ്യന്റെ സകല ശത്രുക്കളുടെ മേലും യേശു ജയമെടുത്തു. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നതായ പൈശാചിക ശക്തിമേൽ, ലോകശക്തിമേൽ, ജഡീക ശക്തികളുടെ മേൽ, പാപത്തിന്റെ ആസക്തികളിൽ നിന്നും ഒക്കെയും യേശു ജയമെടുത്തു. ആ ജയം നമുക്ക് യേശു തന്നിരിക്കുക എത്ര ചെയ്യുന്നത്. യേശു പറഞ്ഞു, ജയോത്സവമായിട്ട് ഞാൻ നിങ്ങളെ നടത്താം. അന്ത്യത്തോളം ജയോത്സവമായിട്ട് വിക്ടോറിയസ് ആയിട്ട് നടത്തുന്നതായ ഒരു ക്രിസ്തുവത്രേ നമുക്ക് ഉള്ളത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തില് പറഞ്ഞത്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അപ്പോ ഇവിടെ പറയുന്നത് പൂർണ്ണമായ ജയം, ടോട്ടൽ വിക്ടറി, ക്രിസ്ത്യാനിക്ക് ദൈവ പൈതലിന് മാത്രം അവകാശപ്പെട്ടത് അത്രയും. കാരണം നമ്മെ സ്നേഹിച്ചവനായ യേശു ക്രിസ്തു, പാപികൾക്ക് വേണ്ടി ജീവൻ തന്നതായ യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശു നമ്മിൽ വസിക്കുന്നത് കൊണ്ട് പൂർണ്ണ ജയത്തോടു കൂടി അത്രയും നാം ജീവിക്കുന്നത്. ലോകത്തിൽ കഷ്ടമുണ്ട്, സാരമില്ല, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതാ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ധൈര്യമായിരിക്കുക. നാം സകലത്തിലും ജയിച്ചവരത്രേ. ഒരു ജയ ജീവിതം ഒരു ദൈവ പൈതലിന് സാധ്യമത്രേ. പരാജയപ്പെട്ട ജീവിതമല്ല, ജയിച്ച ഒരു ജീവിതമത്രേ. ജയോത്സവമായിട്ട് ക്രിസ്തുവിനോട് കൂടി ചേർന്ന് നടക്കുന്നതായ ഒരു ജീവിതമത്രേ നാം നയിക്കുന്നത്.